ഇനി നമ്മൾ പോകുന്നത് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. 350ഓളം പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരു സംഘം മുങ്ങി എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാണ് കോടികളുടെ വിസ തട്ടിപ്പ് ബംഗളൂരുവിൽ വെച്ച് നടന്നിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ളവരും ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിസ്ഥാനത്തും മലയാളികളാണ്. വിസ തട്ടിപ്പിനിരയായ ഒരു കൂട്ടം ആളുകൾ ഇന്ന് വയനാട്ടിലേക്കെത്തി. അവരിൽ നിന്ന് പണം വാങ്ങിയതിൽ ഒരാളുടെ വീട് വയനാട്ടിലാണ്. പക്ഷേ അവിടെയും ആരുമില്ല, ഒരു ഉത്തരവും ലഭിച്ചില്ല. വിദേശത്തേക്ക് പോയി അവിടെ നിന്ന് ജീവിതമൊന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചിരുന്ന നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ വേദനയോടെ നിൽക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം നടത്തുന്നത് മലയാളികൾ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പരസ്യം വന്നു, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പറക്കാം, ജോലി റെഡിയാണ് എന്നതായിരുന്നു വാഗ്ദാനം. ആദ്യം പണം കൊടുത്തപ്പോൾ പകരം ചെക്കു നൽകി, എഗ്രിമെന്റ് എഴുതി. അങ്ങനെ വിശ്വാസ്യത ആർജിച്ചു. ആളുകളുടെ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി കൂടി ലഭിച്ചതോടെ ചേർന്നവർ സുഹൃത്തുക്കളെയും ഒപ്പം ചേർത്തു. ജീവിതമൊന്ന് രക്ഷപ്പെടണമെന്ന ഒറ്റ ആഗ്രഹത്തിൽ. മാർച്ച് 10 വിസ നൽകാമെന്നേറ്റ തീയതി. അന്നു മുതൽ ബംഗളൂരുവിലെ ഓഫീസ് പൂട്ടിയ നിലയിൽ. ബാങ്ക് അക്കൗണ്ടുകളിൽ പണമില്ല. കൃത്യമായ പദ്ധതിയോടെ 7 അംഗ സംഘം മുങ്ങിയെന്നാണ് പരാതി. എനിക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ലിങ്ക് വന്നത്. അപ്പോൾ ലിങ്ക് വന്നപ്പോൾ ഞാൻ അതിനകത്ത് കയറി അവർക്ക് ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ എനിക്കൊരു ഡൗട്ട് വന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അതിനകത്ത് ഒന്നും കൊടുക്കാണ്ട് വെയിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ നാട്ടിലൊരു 2-3 പേര് ഇതിനകത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ എൻക്വയറി ചെയ്ത് പറഞ്ഞു, കുഴപ്പമില്ല, ജെന്യൂൻ ആയിട്ടുള്ള പരിപാടിയാണ്, നിങ്ങൾ കൊടുത്തോളാൻ പറഞ്ഞു. 1.5 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ ചെക്ക് തന്നു. അവർ ചെക്ക് തന്നെന്ന് പറഞ്ഞാൽ ഡെപ്രോസ് ഇട്ടിട്ടുള്ള ചെക്കാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് 30 ഡേറ്റ് വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്, അതായത് മാർച്ച് 30. അത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ള ചെക്ക്. അപ്പോൾ നമ്മൾ ആ ചെക്ക് തന്ന സമയത്ത് ചെക്ക് ചെയ്ത സമയത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ അക്കൗണ്ടിൽ എമൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ 10 തീയതിക്ക് മുന്നേ ഈ അക്കൗണ്ടിലുള്ള പൈസ മൊത്തം അവർ വിഡ്രോ ചെയ്തു. അതെ, ഒരുപാട് പ്രതീക്ഷയായിട്ട് ഞാൻ ഓൾറെഡി ഗൾഫ് കൺട്രീസ് വർക്ക് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നാട്ടിലോട്ട് വന്ന ടൈമിൽ ഇങ്ങനൊരു എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാണ് എനിക്ക് ഇവിടുത്തെ നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു യൂറോപ്യൻ കൺട്രിക്ക് പോകുന്ന നല്ലൊരു ഇത് വേണമെന്ന്. അപ്പം ഞാൻ ലൈഫ് ഒന്ന് സെറ്റിൽ ആവുമോ എന്ന് വിചാരിച്ചാണ് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ കുറേ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയും. ഇനി അതെന്താവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തർ, ഞാനിതിപ്പം 350 പേരുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ബംഗളൂരു പോലീസ് സ്ഥാപനം നടത്തിയ മിള, അഭിഷേക്, അനിൽകുമാർ എന്നിങ്ങനെ 6 പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കേരളത്തിനു മാത്രമല്ല, ആന്ധ്രയിലും തമിഴ്നാട്ടിലുമുള്ളവരും പണം നഷ്ടപ്പെട്ടവരിലുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകൾക്കും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. ഓരോ ആളുകളും അവരവരുടെ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കോടികളുമായി മുങ്ങിയ സംഘത്തെ ഉടൻ പിടികൂടണം. മലയാളികളെ പറ്റിക്കുന്നതിൽ മലയാളികൾ തന്നെയാണ് മുന്നിൽ. ഇത് ബാംഗ്ലൂരിൽ നടന്നതല്ലേ എന്ന് പറഞ്ഞ് കേരള പോലീസ് ഈ പണം നഷ്ടപ്പെട്ടവരെ ഒഴിവാക്കരുത്. കൂട്ടായ ശ്രമത്തിലൂടെ ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. വിപിൻ സി വിജയൻ, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.